ഇത് ശബ്ദം കേട്ടു, എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. പറ്റിങ്ങ് സഹായിക്കും, ഇല്ലെങ്കിൽ സഹായിക്കൂല, അത്രയേ ഉള്ളൂ. അല്ല അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാരും ജീവിതത്തിൽ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. എന്തേ മലക്കാവെന്ന് വിചാരിക്കാത്തത്? എന്തേ ഇത് പക്ഷിയാവെന്ന് വിചാരിക്കാത്തത്? എന്തേ മൃഗമാവെന്ന് വിചാരിക്കാത്തത്? അതെന്തേ എനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത്? എന്തേ ഞാൻ കാണാത്തൊരു മനുഷ്യനപ്പുറത്തുണ്ടാവും വിചാരിക്കാത്തത്? അവിടെ വേറെ ചില അസുഖങ്ങളാണ്. അത് വേറെ ചില അസുഖങ്ങൾ. ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുന്നു വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. എങ്കിൽ ഈ സംശയമൊക്കെ തീരും. ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന, ഒരാളും കാണുന്നില്ല എന്നാ വല്ല പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്നതല്ല. അതും കാണുന്നില്ല എന്നാ ഒരു പക്ഷെ തോന്നിയതായിരിക്കും. ശബ്ദമൊന്നും ഉണ്ടാകും, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോന്ന്. അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ജിന്നാവെന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പാടുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിന്റെ തോന്നൽ തന്നെ കാരണമായി മാറും. ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവൂല, മനുഷ്യനെ വിളിച്ചാലേ ശിർക്കാവൂ. എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ജിന്ന് അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? എത്രയോ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം. എവിടെ പറയണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളൊരു യാത്ര പോകുമ്പോൾ വല്ല മരുഭൂമിയിലും എത്തി, അല്ലെങ്കിൽ അറിയപ്പെടാത്ത സ്ഥലത്തെത്തി, നിങ്ങൾക്ക് വഴി പിഴച്ചു പോയി, ആരെയും കാണുന്നില്ല, വലിയ മരുഭൂമിയിലാണ് നിങ്ങളുള്ളത്, ഒറ്റക്കുട്ടിയെയും കാണുന്നില്ല. എന്നാൽ അവിടെ അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊള്ളുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിന്റെ അടിമകൾ അവിടെ എത്തും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ ജിന്ന് എന്നോ ഇൻസ് എന്നോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. ജിന്നിനെയും വിളിക്കാം, ഇൻസിനെയും വിളിക്കാം, അല്ലാഹുവിന്റെ അടിമകളെ വിളിക്കാം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. 2007 ഏപ്രിൽ അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. 2007 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്.